ദേവയാനി നേരെ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കാണ്, എന്താ ജാനകി, എന്താ പ്രശ്നം? അടുക്കളയിൽ നീ ഇപ്പൊ നയനയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ടല്ലോ, എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അതേട്ടത്തി, എന്റെ മനസ്സിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്, അത് ശരിയാണെന്നാ തോന്നുന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം, അല്ല അനിയൊന്നും ഭയങ്കര ഫ്രണ്ട്സ് ആണെന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ അനിയുടെ വിവാഹം ഉറപ്പിച്ച ശേഷമാണ് നന്ദുവിന് ഒരു മാറ്റമൊക്കെ ഉണ്ടായത്. നന്ദു പിന്നെ ആരോടും മിണ്ടാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത അവസ്ഥയായി. അതേ അവസ്ഥ തന്നെ അനിക്കും. അനിയും ആരോടും മിണ്ടാറോ അങ്ങനെ പുറത്തേക്ക് പോവാറോ ഒന്നുമില്ല. ഇവര് തമ്മില് പിന്നെ കോണ്ടാക്ട് അങ്ങനെ ഒന്നുമില്ല. എപ്പൊ ഞാന് അനാമിക മോള് വിളിച്ചാലും എന്നോട് പറഞ്ഞു കരയും. നന്ദു അവിടെ മിണ്ടാറില്ലെന്നോ, നന്ദു എപ്പോഴും കറങ്ങി നടക്കാണെന്നോ, നന്ദു അനിയെ ഫോൺ ചെയ്താൽ കിട്ടാറില്ലെന്നോ ഒക്കെ പറഞ്ഞ് അനാമിക മോള് എപ്പോഴും വിഷമിച്ചിരിക്കും പറയും. ഞാനങ്ങനെ അന്ന് രാത്രിയില് നന്ദോട് വന്ന സമയം നോക്കിയപ്പോഴ് രാത്രിയില് രണ്ടുപേരും ഒരേ മുറിയിൽ നിൽക്കുന്നത് കണ്ടു. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയി കാണും. ഏട്ടത്തെയും ഏട്ടനും അന്ന് സിനിമയ്ക്ക് പോയിട്ട് വന്നില്ലേ, ആ ദിവസം നിങ്ങൾ വന്ന സമയത്തും അവർ തമ്മിലോട് സംസാരിച്ചോണ്ട് നിൽക്കാം. ആ പാതിരാത്രിയില് ഞാൻ പിറ്റേ ദിവസം ചോദിച്ചപ്പോ പറഞ്ഞു അവന് സമാധാനം ഇല്ലെന്ന് പറഞ്ഞ് കയറി വന്നതാ. അപ്പൊ ഞാൻ ആശ്വസിപ്പിക്കായിരുന്നു നന്ദു പറഞ്ഞത്. പക്ഷെ രണ്ടുപേരുടെ ബിഹേവിയറിൽ എനിക്ക് നല്ല സംശയം തോന്നി. അങ്ങനെ പിറ്റേ ദിവസം അനാമിക മോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന പോലെ അവർക്ക് സംശയമുണ്ട്, അനിയും നന്ദുവും തമ്മിൽ പ്രണയത്തിലാണെന്ന് സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞു. എപ്പോ വിളിച്ചാലും അവന്റെ ഫോണ് കിട്ടാറില്ല. അവൻ രാത്രിയിലൊക്കെ എൻഗേജ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ എവിടെ നോക്കിയാലും നന്ദു അവിടെ ചുറ്റിക്കറങ്ങായിരിക്കും. അവളെ യാദൃശ്യമായി കണ്ട സമയത്ത് അവൻ ദേഷ്യപ്പെട്ട് പറഞ്ഞയച്ചു. പിന്നീട് അവളുടെ നിർബന്ധപ്രകാരം അവന് കോഫി ഷോപ്പിലേക്ക് പോയേ അവിടുന്ന് എനിക്ക് എന്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ തിരികെ പോയെന്നും അവൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമിക നമ്മളെ സംശയം തോന്നി തിരിച്ചു പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പം അത് നന്ദു ആയിരുന്നു. രണ്ടുപേരും തമ്മിൽ സംസാരിക്കാൻ നമ്മൾ കേട്ടില്ലെങ്കിലും രണ്ടുപേരും തമ്മിൽ അവിടെ നിൽക്കുന്നത് അവള് കണ്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അനാമികയ്ക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയാണ്. അതുകൊണ്ടാ വന്ന പാടെ ഞാൻ അവളെ പാക്കപ്പ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി, രണ്ടുപേര് വന്ന് ഈ കുടുംബം കുട്ടിച്ചോറാക്കി, ഇനി അവളും കൂടെ വന്ന് ഈ കുടുംബം നശിപ്പിക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതാ ചേച്ചി ഞാനും ആലോചിച്ചത്. ഞാൻ ഇത്രനാളും നയനെ ചേച്ചിക്ക് അറിയാലോ, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് ഞാനാ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുക അവളും കള്ളിയാണെന്ന്. അവളും അവളുടെ ചേച്ചിയും അവളുടെ അമ്മയും കൂടി പ്ലാൻ ചെയ്താണോ നന്ദുവിനെ ഇങ്ങോട്ടേക്ക് വരുത്തിയതും. ഇനി ഇവർ തമ്മിൽ സ്നേഹത്തിലാണെങ്കിൽ അതിന്റെ കാരണമൊക്കെ നയനയാണെന്ന് എനിക്ക് സംശയമുണ്ട്. നയനയായിരിക്കും മിക്കവാറും അവളെ കൊണ്ട് അവനെ കെട്ടിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ദേവേനി പറയുന്നുണ്ട്, ആർക്കറിയാം ഇതൊക്കെ സത്യമാണോ എന്താണോ എന്നൊക്കെയുള്ള കാര്യം. ഇവളുമാരുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഇതുമാതിരി ഒന്നുമില്ലാത്ത കുടുംബത്തിലുള്ളവർക്കാ എങ്ങനെയെങ്കിലും വലിയ കുടുംബത്തിലേക്ക് കയറി പറ്റണമെന്ന് ആഗ്രഹം. അങ്ങനെയായിരുന്നല്ലോ കനകം തന്റെ 3 പെൺമക്കളെയും കോടീശ്വരന്മാരെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി അവൾ എന്തൊക്കെ പ്രഹസന കാണിച്ചു കൂട്ടിയത്. അതിന്റെ ഭാഗമായിരിക്കും ഇതും എന്ന് ദേവേനി പറയുന്നുണ്ട്. ഏട്ടത്തി പറഞ്ഞത് ശരിയാ, എനിക്ക് തോന്നാറുണ്ട് ആ കനകം പറഞ്ഞു കൊടുത്തതാണോ ഇതെന്നൊക്കെ. അപ്പോഴേക്കും ദേവേനി പറയാണ്, സംശയമൊന്നുമല്ല, ശരി തന്നെ ആയിരിക്കും, അവള് പഠിച്ച കള്ളിയാ എന്നൊക്കെ ഇങ്ങനെ ദേവേനും ജാനകിയും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയന നടന്നു പോവാണ്. ഈ സമയത്ത് പോകുന്നത് കണ്ടില്ലേ അവള്, കാണുമ്പോ എനിക്കിപ്പോ ദേഷ്യം അവിടെ വരുന്നത് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് കേട്ടോ. ദേവേനി പറയുന്നുണ്ട്, നീ ഇപ്പൊ എന്തായാലും ഇതിപ്പം അച്ഛനോട് അമ്മയോടൊന്നും പറയാൻ നിൽക്കണ്ട. ഇതെങ്ങനെ അറിഞ്ഞ് ഇത് സത്യമല്ലെങ്കിൽ എന്നാ ചെയ്യും? പിന്നെ അവര് നയനയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കുറ്റക്കാരാക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത് അവന്റെ വിവാഹം മാത്ര. 2 ദിവസം കൂടെ മാത്രമേ ഇനി വിവാഹത്തിനുള്ളൂ. അതുകൊണ്ട് നീ ആ കാര്യം ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് ജാനകി പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നയന മുറിയിൽ പോയിരുന്ന ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ദേവേനി കയറി വരുന്നുണ്ട്. അല്ല നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല അമ്മേ, അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞു. ഞാനെല്ലാം ക്ലീൻ ചെയ്തു. അത്താഴത്തിനുള്ള എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്കുള്ളതെല്ലാം ആയിട്ടുണ്ട്. ഇനി അടുക്കളയിൽ പണിയൊന്നുമില്ല. ഇനി കുറച്ച് അകത്തുള്ള പണിയൊക്കെ ഉള്ളൂ എന്നൊക്കെ നയനെ പറയുന്നുണ്ട് കേട്ടോ. ജാനകി പറഞ്ഞേക്കെ സത്യമാണോ ചോദിക്കാണ്. എന്താ അമ്മയും ചോദിക്കുമ്പം, അല്ല ഞാൻ മുമ്പ് നിന്നോടും ചോദിച്ചല്ലോ അനിയുടെ നന്ദുവിന്റെ കാര്യം, അതൊക്കെ സത്യമാണെന്നാ ചോദിക്കുന്നേ. അമ്മേ അത് വന്ന് എന്ന് പറയുമ്പം പറ, എന്താ സത്യം എന്ന് പറയാന്ന് പറയുമ്പോഴേക്കും നയനെ പറയാണ്, അമ്മ ഇത് വേറൊന്നും അല്ല, നന്ദു നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ എപ്പോഴോ ഒരു നിമിഷത്തില് രണ്ടുപേരും ഇന്നേരം ആരും പ്രണയിച്ചിട്ടില്ലല്ലോ. എപ്പോഴോ ഒരു നിമിഷത്തില് രണ്ടുപേരുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രണയം പോലെ തോന്നി. പക്ഷെ അത് അപ്പോ തന്നെ അവർക്ക് മനസ്സിലാകുകയും അവർ തന്നെ അതിന് പിന്തിരിയുകയും ചെയ്തു. അത് മാത്രമല്ല, ഈ സംഭവം ഞാൻ അറിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയുള്ളൂ. അപ്പോ തന്നെ ഞാൻ നന്ദുവിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അനിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും അനിയോട് ഞാൻ പറഞ്ഞിരിക്കുന്ന നന്ദുവിന് അവനെ തീരെ ഇഷ്ടമില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരെയും ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അനാമികയും അനിയുമായിട്ടുള്ള വിവാഹം നടക്കണം, അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറയാണ്. ദേവേനെ ചോദിക്കാണ്, നിന്റെ മനസ്സിലെ ആഗ്രഹം അത് തന്നെയാണോ, അതോ നന്ദുവിനെ കൊണ്ട് അനിയെ കെട്ടിക്കാൻ വല്ല പ്ലാനിങ് നീ ഇപ്പൊ തന്നെ നടത്തുന്നുണ്ടോ? നിന്റെ പ്ലാനിങ് ഒക്കെ അവസാന ഘട്ടത്തിലേ ഞാൻ അറിയുള്ളൂ. ഏതൊരു കല്യാണത്തിന്റെ അവസാന ഘട്ടത്തിൽ വന്നിട്ട് ആണല്ലോ നീ എല്ലാ പ്ലാനിങ്ങും പൊളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്.
ഇല്ലമ്മേ, സത്യമായിട്ടും അമ്മയുടെ വായിൽ നിന്നും ജലജ അപ്പച്ചിയുടെ കയ്യിൽ നിന്നും അങ്ങനെ ആദർശുണ്ടോ എന്നൊക്കെ ഒരുപാട് ഞാൻ ഇവിടുന്ന് കേട്ടിട്ടുണ്ട്. എന്റെ ചേച്ചിക്കും സന്തോഷയുടെ ജീവിതം എന്നല്ല, ഇന്നേ വരെ ഞാനും ആദർശയുടെ തമ്മിലും ഞാൻ നല്ലൊരു ജീവിതം ജീവിക്കോ ദാമ്പത്യം നടത്തോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ അനിയത്തിക്കും ആ ഗതി ഉണ്ടാവരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്റെ അനിയത്തോട് ഞാൻ പറഞ്ഞെടുത്ത കാര്യം അതാ. ഞാനും എന്റെ ചേച്ചിയും അവിടെ കിടന്ന് അനുഭവിക്കുന്നത് പോലെ എന്റെ മോളും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങോട്ടേക്ക് ഒരിക്കലും വരാൻ ശ്രമിക്കരുത്. എന്റെ മോള് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതാമേ സത്യം. അല്ലാതെ ഒരിക്കലും നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ഒരിക്കലും ശ്രമിക്കില്ല എന്ന് പറയുന്നുണ്ട്. ആ, അങ്ങനെയായി നിങ്ങൾക്ക് കൊള്ളാം. പിന്നെ നന്ദുവിനെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കണ്ട. കല്യാണത്തന്ന് മണ്ഡപത്തിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. അത് ഞങ്ങൾക്ക് പേരുള്ള ഒരു കാര്യ. കാരണം നീയാണല്ലോ അവിടെ ഉള്ളത്. ഇനി ആ സമയത്ത് എന്തെങ്കിലും ട്രിക്ക് ഒപ്പിച്ച് നീ അവളെ തന്നെ കിട്ടിക്കാൻ നോക്കിയാ എന്ത് ചെയ്യും എന്ന് ആലോചിക്കാണ്. നയന പറയാണ്, അമ്മ അങ്ങനെ ഒരിക്കലും വിചാരിക്കണ്ട. നന്ദു ഒരിക്കലും അനി വിവാഹം കഴിച്ച് ഇങ്ങോട്ടേക്ക് വരില്ല. എന്റെ കൊക്കിന് ജീവനെടുത്തോളം കാലം അത് സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്റെ അനിയത്തിന്റെ ജീവിതം സുരക്ഷിതമാക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം. ഇനി അവർ തമ്മിൽ എന്തോരം സങ്കടപ്പെട്ടാലും അവർ മരിക്കുമെന്ന് പറഞ്ഞാൽ പോലും അവരെ മരിക്കാൻ വിടുമെന്നല്ലാതെ ഈ വീട്ടിലേക്ക് അവളെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്നൊക്കെ ദേവന്റെ മുഖത്ത് അടിച്ച പോലെ നയന പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പൊ ദേവനിക്ക് മനസ്സിലാവുന്നുണ്ട് നയനയ്ക്ക് ഇവിടെ ഒട്ടും ഇഷ്ടമില്ല എന്നുള്ള കാര്യവും അതുപോലെ തന്നെ നന്ദുവിനെ ഒരിക്കലും അവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ദേവയാനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ദേവയാനി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോഴേക്കും നയന ആലോചിക്കുവാണ്, ഈശ്വര ഇപ്പൊ അമ്മ അറിഞ്ഞു, ജാനകി ചെറിയമ്മ അറിഞ്ഞു, ഇനി ഈ വീട്ടിലുള്ള എല്ലാവരും അറിയും, എല്ലാവരും ഇനി ഞങ്ങളെ പഴിക്കുമല്ലോ എന്നൊക്കെ നയന ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നന്ദുവിനെ ഇങ്ങോട്ടേക്ക് വരുത്താൻ പാടില്ല, അനിയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ നയന തീരുമാനിക്കുകയാണ്. അങ്ങനെ പോയിട്ട് നയന അനിയോട് പറയുന്നുണ്ട്, അനി ഇനി നീ സൂക്ഷിക്കണം എന്ന് പറയാണ്. എന്താ ഇടത്തിന് ചോദിക്കുമ്പോൾ അല്ല, ഇവിടെ അമ്മയ്ക്കും ജാനകി ചെറിയമ്മയ്ക്കും ഒക്കെ ചെറിയ സംശയങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നീയും നന്ദു തമ്മില് പ്രണയത്തിലാണോ എന്ന്. അതുകൊണ്ട് നീ ഇനിയിപ്പം അനാമികയുടെ സ്നേഹമുള്ളവരൊക്കെ അഭിനയിക്കണം ദയവ് ചെയ്ത്. അല്ലെങ്കിൽ ഈ ഏട്ടത്തെയും അതുപോലെ തന്നെ നവ്യ ഏട്ടത്തെയും അതുപോലെ നന്ദുവും ഒരുപാട് അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയാണ്. എന്താ ഏട്ടത്തിന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നോട് കൈ കൂപ്പി പറയുക ദയവ് ചെയ്ത് ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറയുമ്പോൾ ഏട്ടത്തി എന്ന് പറഞ്ഞ് നന്ദു നീ കയ്യിൽ പിടിക്കുന്നുണ്ട്. ഏട്ടത്തി കൈയൊന്നും കൂപ്പണ്ടെന്ന് പറയാണ്. എങ്കിൽ നീ അനാമിക മോളോട്ട് സന്തോഷമുള്ളതുപോലെ അഭിനയിക്കണം ദയവ് ചെയ്ത്. ഈ ഏട്ടത്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഏട്ടത്തിനോട് കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ എടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അതെ നിന്റെ അമ്മ പറയുന്നത് ഞാൻ നന്ദുനെ കൊണ്ട് നിന്നെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ കള്ളത്തരങ്ങൾ കാണിക്കുകയാണെന്നും അടവുകൾ പ്രയോഗിക്കുകയാണെന്നും അവളെ ഇവിടെ കൊണ്ടുവന്ന് നീയുമായിട്ട് യോജിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെയാ നിന്റെ അമ്മ പറഞ്ഞത്. ദയവ് ചെയ്ത് ഇതൊന്നും ഞങ്ങളെ കേൾപ്പിക്കരുത്, ഞങ്ങൾക്ക് ഇതിന് താങ്ങാനുള്ള ശക്തി ഇനിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മോൻ സന്തോഷത്തോടെ ജീവിക്കുന്നവരെ അഭിനയിക്കണം, അനാമികമാളുടെ സ്നേഹമുള്ളതുപോലെ അഭിനയിക്കണം ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി എന്നൊക്കെ പറയാണ്. ശരി ഏട്ടത്തി പറഞ്ഞ പോലെ ആവട്ടെ എല്ലാം. എന്തായാലും എന്റെ നന്ദുവിന്റെ പ്രണയം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഇനി അതിനുവേണ്ടി പരിശ്രമിക്കില്ല. അതുകൊണ്ട് ഇനി ഏട്ടത്തി വിഷമിക്കണ്ട, ഞാൻ അനാമികനെ സ്നേഹിക്കുന്നതിൽ അഭിനയിക്കാം, ജീവിതകാലം മുഴുവൻ ഞാൻ അഭിനയിച്ച് ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് അനി സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോന്നു കേട്ടോ. എനിക്ക് സങ്കടമൊക്കെ ആവുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, നന്ദുനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നുള്ള അവസ്ഥ എനിക്കറിയാമല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ ബാക്കിയുള്ളവരെല്ലാം അറിഞ്ഞാലും ആ പഴി മൊത്തം കനയ്ക്കും നവിക്കും നയനയ്ക്കായിരിക്കും. അതോർത്തുകൊണ്ടാണ് കേട്ടോ നയന ഇങ്ങനെയൊക്കെ പറയുന്നത്.